Shall we play, puppy? Nani hachu pachi aktuda. ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരും പടി കരുതിയുറച്ച് തക്കിടകിടതകി തായ്ക്കത്തൊങ്ങും തരികിടകിടതക തായ്ക്കത്തൊങ്ങും തക്കിടകിടതേ തരികിടകിടതി തക്കിത്തൊങ്ങും തളാങ്കു തരികിടത്തും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എല്ലാവരും എത്തിയോടോ വത്തിക്കാനേ. മലയക്കുന്നിൽ സക്കായി ഒരു കുടുംബയോഗം വിളിച്ചാൽ ആരെങ്കിലും എത്താതിരിക്കുമോ? വന്നാട്ടെ വന്നാട്ടെ. അവരൊക്കെ ഇപ്പൊ അങ്ങ് അമേരിക്കയില്ല. റഷ്യക്കാരൊക്കെ എത്തിയോ പൊളച്ച? എയർപോർട്ടിലേക്ക് വണ്ടി പോയിട്ടുണ്ട്. ഇപ്പൊ എത്തുവെച്ചു. കയറി വന്നാട്ടെ. ഈ കുടുംബസഭ വിളിച്ചു ചേർത്തിരിക്കുന്ന എന്നാത്തിനാന്ന് കരുതിയിട്ടാ നീ കുറ്റിയും പറിച്ചിങ്ങോട്ട് പോന്നതിന്റെ ലാലിയെ. മലയക്കുന്നിൽ സക്കായി ഈ കൊട്ടാരം പങ്കുവെച്ചു തരാൻ പോവാന്ന് കരുതിയിട്ടാ? ഒന്ന് പറയേ, സത്യത്തിൽ എന്നത്തിനാ ഈ കുടുംബയോഗം? ആ പരമരഹസ്യാണേ. നീ എന്റെ ശത്രു ആയതുകൊണ്ട് പറയാം. റഷ്യയിൽ മെഡിസിന് പഠിക്കാൻ പോയ ലൂക്കോച്ചായനും ഭാര്യയും വരുന്നൂന്ന് 12 വർഷം കഴിഞ്ഞിട്ട്. കൂട്ടത്തില് റഷ്യന്ന് ദത്തെടുത്തൊരു കൊച്ചുണ്ട്. അവരെ വരവേൽക്കാനാ ലാലിപ്പണ ഈ യോഗം. ലൂക്കോയും ഫാമിലിയും വെൽക്കം ചെയ്യാൻ മാത്രമല്ലച്ചോ, ആനിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുക്കണം. അതാ അപ്പന്റെ സ്റ്റാൻഡ്. മഠത്തിലേക്ക് അയക്കാൻ നേർന്ന പെണ്ണിനെ അങ്ങ് കൊണ്ട് നാക്കണം. അതിന് എന്നതാ ഇത്ര ഡിസ്കസ് ചെയ്യാൻ? അവൾ അതിനൊന്ന് സമ്മതിക്കണ്ടേ അച്ചോ? മറ്റുള്ളവരുടെ സമ്മതം നോക്കുന്ന ഒരാള് നിന്റെ അപ്പം മലയൽക്കുന്നേൽ സക്കായി. നമസ്കാരം അച്ചോ. നമസ്കാരം. ആഹാ, ഇവിടെ വന്നിരിക്കണോ? ആ സജി വീട്ടിൽ വന്നിരിപ്പുണ്ട്. അയ്യോ, ഞാൻ ഇപ്പൊ ഇങ്ങ് എത്തിയേക്കാച്ചോ. കൊള്ളപ്പലിശക്കാരൻ എന്നൊരു പേരുണ്ടച്ചോ. എന്നാലത് കൃത്യമായിട്ട് വസൂലാക്കാൻ അറിയാവോ? അതുമില്ല. അമ്മച്ചി വേണോ? ഓ, പോയി അപ്പുറത്തങ്ങനെ ഇരിക്കടാ. ആദ്യം അമ്മച്ചി പോയിരിക്കും. എത്ര ഓവറായി? 2 ഓവറായി. സച്ചിനെ ഞാൻ ഔട്ടാക്കി. അവര് രാവിലെ എത്തി. ഓ, ഒരു വേലിക്കപ്പുറത്താ. എന്നാലും അങ്ങോട്ട് കയറി വരില്ല. ഡേവിഡ് വിളിക്കോ മറ്റോ ചെയ്തോ ദത്തമ്മേ? അറിയില്ല അച്ചോ. കളക്ടർ എത്തി. അതിങ്ങതാ പോടുന്നു. You are not going for a catwalk. വെറുതെ കളിയാക്കല്ലേ. എനിക്ക് പോകേണ്ട ടൈമൊക്കെ എനിക്കറിയാം. ഹായ് പപ്പ. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? ഞങ്ങൾ എപ്പോഴും റെഡിയാ. കളക്ടർ എവിടെ, MLA എവിടെയെന്ന് എല്ലാരും ചോദിക്കുക. മമ്മി വന്നില്ലേ? ടൂറിസം വീക്കിന്റെ ഇനോഗ്രേഷൻ MLA ആയിരുന്നു. ഫംഗ്ഷൻ തീരാൻ നിന്നില്ല. ഇടയ്ക്ക് എപ്പോഴോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന കണ്ടിരുന്നു. അപ്പൊ മമ്മി ഫംഗ്ഷൻ വരില്ലേ? എന്റെ അല്ലല്ലോ, മമ്മിയുടെ ഫാമിലി ഗെറ്റ് ടുഗദറല്ലേ, വരാതിരിക്കില്ല. നിങ്ങളോട് പാർട്ടി ഓഫീസിൽ ഇരിക്കാനല്ലേ പറഞ്ഞത്? എത്ര മണിക്കാ ഫംഗ്ഷൻ? 4 മണിക്കാ. 4 മണിക്കല്ലേ? ഞാനങ്ങ് എത്തിക്കോളാം. സുകുമാരോ ഇപ്പോഴും നമ്മളോട് തന്നെ ഉണ്ടോ? ഉണ്ട് മാഡം. മറുകണ്ഠൻ ചാടിന്നാണല്ലോ കേട്ടത്. ആഹാ, എപ്പോഴെത്തി? കാലത്തെ എത്തി മോളെ. നമസ്കാരം ഫാദർ. നമസ്കാരം. ദേ ഒന്നിങ്ങ് വന്നേ.
സണ്ണിച്ചന്റെ പള്ളിമുക്കിലെ കൺവെൻഷൻ സെന്റർ പൊളിക്കാൻ തന്നെ തീരുമാനമല്ലേ? ചേംബർ ഓഫ് കോമേഴ്സ് അടിയന്തരമായി വിളിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. ഒരു കളക്ടർക്ക് അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? റവന്യൂ മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹായം ചെയ്യാൻ പറ്റുമോ? കോർപ്പറേഷൻ ഫോഴ്സ് ആവശ്യപ്പെട്ടാൽ കൊടുക്കരുത്. അത്രയും ചെയ്താൽ മതി. എന്റെ സ്ട്രോങ് വോട്ട് ബാങ്ക് ആ ഏരിയ അറിയാലോ. സർ, ആരൊക്കെ എത്തി? മിക്കവാറും എല്ലാവരും. ഇച്ചായനെ കാത്തിരിക്കുക അവരൊക്കെ. അക്ഷമയോടെ അല്ലേ? സക്കായ മാപ്പിള രക്തത്തിലെ മണ്ണും വെള്ളവും എടുത്ത് സൃഷ്ടിച്ച പരീക്ഷകളും പിന്നെ അവറ്റകളുടെ ഇണകളൊക്കെ അല്ലേ അതും ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്. കാത്തിരിക്കാൻ പറ അക്ഷമയോടെ. നന്ദമേ, ആനി കല്ലറയെന്ന് ഇറങ്ങിയോ? അമ്മായി തന്നെ പിടിച്ചിറക്ക്. അപ്പനെ കൊണ്ട് അനുസരിപ്പിക്കാൻ നിന്നാല് മലയക്കുന്നിൽ സക്കായിയുടെ ഈ ചെങ്കോലിന് ജോലി ഉണ്ടാക്കരുതെന്ന് പറ. നിക്കവിടെ. റഷ്യന്ന് പുറപ്പെട്ടവരെത്തിയില്ല അല്ലയോ? റബേക്ക വിളിച്ചിരുന്നു. അവര് വാഴക്കോട് എത്തിയിട്ടുണ്ട്. 10 മിനിറ്റ് പോരെ ഇനി. എന്റെ ചെറുമകളില്ലേ, റഷ്യ എന്ന് വരുന്ന ലൂക്കായുടെ മോള്, എന്നതാ അവർക്കൊരു പേര് വിളിക്കുക? അലോന. അത് വേണ്ട. എന്തെങ്കിലും ഒന്ന് നീ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും ഇല്ലയോ? നമ്മുടെ അമ്മച്ചിയുടെ പേരൊന്നും ഇട്ടാലോ? കൊച്ചന്നം. ഓ, ഇറങ്ങാം. ബാക്കി എല്ലാവരും കാത്തിരിക്കുകയല്ലേ അക്ഷമയോടെ. എന്നതാ? ബാക്കി എല്ലാവരും ആയോ? ഇല്ല. ഇപ്പൊ വിളിച്ചാ പോലും ചിലപ്പോ ഡേവിച്ചൻ വരും. മലയക്കുന്നിൽ സക്കായി അങ്ങനെ ഒരു പുത്രനെ സൃഷ്ടിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഡേവിച്ചൻ. മോളെ, നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ എന്നാത്തിനാ തത്തമ്മായി? ദാ ഈ സാരി ഉടുക്ക്. വേഗം റെഡിയായിക്കേ. അമ്മായി, മലയക്കുന്നിൽ ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുമ്പോൾ ഈ പെങ്ങൾക്ക് എന്നതാ റോള്? വെച്ചു വിളമ്പാനും ആൾക്കൂട്ടത്തിന്റെ ടോർച്ചറിങ് സഹിക്കാനും. ഇന്നും സെർവന്റ് തന്നെ അമ്മായി. എന്റെ കാര്യം വിട്. എല്ലാവരും വന്നിരിക്കുമ്പോ നീ മാത്രം ഈ മുറിയിൽ ഇങ്ങനെ. ശരിക്കും എല്ലാവരും ഉണ്ടോ? ഡേവിച്ചാനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ ഇച്ചാനെ വിളിച്ചിട്ടില്ലല്ലോ. ഹോ, ഈ വീടിനകത്ത് കേട്ടത്തില്ലല്ലോ. അപ്പനോട് ഈ ന്യായം പറഞ്ഞാൽ മതിയോ? വേഗം റെഡിയായി വന്നേ മോളെ. എനിക്ക് ആ ഗാദറിംഗ് ഫേസ് ചെയ്യാൻ വയ്യ. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. കല്യാണം കഴിക്കാത്തതിനും ഉണ്ടാവും, കന്യാസ്ത്രീ ആവാത്തതിനും. എന്നാലും നീ വരണം.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആ എല്ലാവരും ഉണ്ടല്ലോ. ആ രാജോളിയോ, സോറി, കളക്ടർ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാവോ? ഫാമിലി ഗെറ്റ് ടുഗദർ കലക്കിയല്ലോ വത്സലെടുത്തി. ഈ മാർഗം കളിയൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്. പ്രശ്നങ്ങളോ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ല പോളച്ചായ. ആ മാമ്പിളിയച്ചോ, എന്റെ കൂടപ്പുറപ്പുകളാരും എന്നെ വീട്ടിൽ കേട്ടത്തില്ല. എന്നോടുള്ള വിരോധം കൊണ്ടല്ലെന്ന് എനിക്കറിയാം, അപ്പനോടുള്ള പേടി കൊണ്ടാ. കുടുംബയോഗത്തിലാവുമ്പോ എല്ലാരും ഉണ്ടാവുമല്ലോ, എല്ലാരും ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ആകെപ്പാടെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. കുടുംബയോഗമായിട്ട് തിന്നാനും കുടിക്കാനൊന്നും ഇല്ലേ? ഒരു ഗ്ലാസ് വെള്ളം പോലും തരാൻ ഈ കുടുംബത്തിൽ ആളില്ലേ? തത്തമ്മായേ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങന്നേ. അതിനുള്ള യോഗ്യതയെങ്കിലും എനിക്കില്ലേ? എവിടെ നിന്റെ അനിയത്തി? വാ. കുടിച്ചോ, നല്ല മധുരമുള്ള വെള്ള. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള യോഗം നടക്കുകയാണ് എൻ്റെ വീട്ടിൽ. കണ്ണ് കണ്ട തെമ്മാടികളും വഴിപോക്കരും ഒന്നും ഇതിനകത്ത് കയറി നിൽക്കേണ്ട കാര്യമില്ല. താങ്കളുടെ കുടുംബത്തിന്റെ യോഗം തന്നെയാണ് സർ. കുട്ടിക്കാലം മുതലേ എനിക്കും പരിചയമുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ലൂക്കോച്ചാനെ കണ്ടില്ല. കക്ഷി ഇങ്ങെത്തില്ലേ എത്തമായി? മലയും കുന്നുമിടിച്ച് ചാക്കോച്ചിയപ്പാപ്പൻ മലയക്കുന്നിൽ കൊട്ടാരം കെട്ടിപ്പടുക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള സകല ബന്ധുമിത്രങ്ങളും പിന്നെ മാർഗം കളിക്കാരും പൊറാട്ട് നാടകക്കാരും വരെ നിരങ്ങുന്ന ഈ സദസ്സില് ഈ ഇച്ചായനെ പോലെ നിനക്കും സ്ഥാനമില്ലാതായി പോയോടെയാനീ? അതോ നിന്നെ വീട്ടുകടങ്ങളിലിട്ട് അന്ത്യവിചാരണയ്ക്ക് കൂടിയിരിക്കുകയാണോ ഈ സഭ? മനസ്സിലായടാ, അവളെ നിനക്ക് വിളിച്ചോണ്ട് പോണം. അവളെ നീ കന്യാസ്ത്രീയാക്കാൻ സമ്മതിക്കുകയില്ല. ഒരാങ്ങള വന്നിരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോടാ. വേണ്ട, ഞാനേ നിന്റെ അനുവാദമില്ലാതെ ഇവിടെ ആരും നിന്നെ മടത്തി ചേർക്കത്തില്ല. മടത്തിലേക്കെന്ന് പറഞ്ഞ് വണ്ടി കേട്ടുന്നതിന് മുമ്പ് ഒരൊറ്റ മിസ്ഡ് കോൾ മതി, അച്ഛൻ ഇവിടെ എത്തിക്കോളാം. അത് തടയാനായിട്ട് എനിക്ക് ഈ സഭയിൽ വന്ന് കയറേണ്ട കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം. തത്തമ്മായി, അപ്പൻ പണ്ട് കുറച്ച് കണക്ക് പറഞ്ഞിരുന്നില്ലേ, അതിപ്പോ അങ്ങ് തീർത്തേക്കാം. ഒന്നൊന്നര വയസ്സുള്ളപ്പോ ഈ കപ്പപ്പൊടി കുറുക്കി തരില്ലേ, അത് മുതൽ എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചൊരു കരയിലെത്തിക്കാൻ മലയക്കുന്നിൽ സക്കായിക്ക് ചെലവായ 8,65,000 രൂപയുടെ ഒരു കണക്ക്. ആ കടം വേവിച്ചിന് ഇപ്പൊ അങ്ങ് തീർക്കുക. ദാ എണ്ണിക്കൊടുക്ക്. കണക്ക് ശരിയാണോന്ന് കളക്ടർ അദ്ദേഹം കൂടി അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ ഒരു കണക്ക് കൂടി പറഞ്ഞിരുന്നു അപ്പൻ. ഇങ്ങനെ ഒരു തലതെറിച്ച താന്തോന്നിക്ക് ജന്മം നൽകാൻ പാഴാക്കിയ സമയം കൊണ്ട് 4 തെങ്ങിൻ തൈ വെച്ചിരുന്നെങ്കിലെന്ന്. ശരിയാ, അത് ഭയങ്കര ലാഭമായിരുന്നേനപ്പ. ആ തേങ്ങയുടെയും തേങ്ങ അരച്ചാ കിട്ടുന്ന പിണ്ണാക്കിന്റെയും കടം അത് ഡേവിച്ചിലങ്ങ് മോളി ചെല്ലുമ്പോ പറഞ്ഞു തീർത്തോളാം. ആ പിന്നൊരു കാര്യം, ഇപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം ഇവിടുന്ന് കുടിച്ചുപോയി. ദാ വെച്ചോ. തത്തമ്മോ, റഷ്യക്കാരുടെ കാറ് വന്നില്ല അല്ലയോ? നല്ല മഴ തുടങ്ങിയല്ലോ. കാലം തെറ്റിയ മഴ.
ദേവി, ആ ചേ നീ എങ്ങോട്ടാ പോകുന്നു മഴയത്ത്? നമുക്ക് പിന്നെ കാണാം ചേ. നിനക്ക് എന്റെ മോളെ കാണണ്ടേ? അലോന, ഞാൻ പിന്നെ കണ്ടോളാം. വാ മോളെ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ യെസ്. അവന് ഒരുക്കിയായിരുന്നു. അതിനിടയിൽ ഇത്ര പെട്ടെന്ന് ഇവിടുന്ന ഈ ഇടിവെട്ടും വഴി കർത്താവേ നശിപ്പിച്ചു. ചവിട്ടുപൊടി കുത്തി പൊളിച്ചോടാ നീ. ആഹാ, കോളച്ചനോട് പറയട്ടെ, നിന്റെ തോന്നിവാസം ഇന്ന് ഞാൻ തീർന്നു. ഇരിക്കണം ഫാദർ. കുട്ടിങ്ങ് വരൂ. അലോന, that's your grandpa. Go. Здравствуйте, дедушка. എന്നതാ Здравствуйте, дедушка. എന്നതായി പറയുന്നേ? നമസ്കാരം പറഞ്ഞതാ. ഓ നമസ്കാരം. എനിക്ക് മലയാളം അറിയില്ല അല്ലയോ? Короче, парим. ആ Father, здравствуйте. Здравствуйте, Фросим. ഏകദൈവമായ കർത്താവിനെ മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനാണ് ഞാൻ ഈ യോഗം വിളിച്ചു കൂട്ടിയത്. എൻ്റെ ഇളയ മകൾ ആനിയെ കർത്താവിൻ്റെ മണവാട്ടിയാക്കാൻ നേർന്നിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചടങ്ങ് ഇനി വൈകിക്കുന്നില്ല. അതിനുള്ള തീയതി കുറിക്കണം. അതിനു വേണ്ട കർമ്മങ്ങളെക്കുറിച്ചൊരു തീരുമാനമെടുക്കണം. പിന്നെ ഇത് എൻ്റെ മകൻ ലൂക്കോച്ചനും അവൻ്റെ കെട്ടിയോൾ റബേക്കയും കൂടി റഷ്യയിൽ നിന്നും ദത്തെടുത്ത കുട്ടിയാണ്. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഇവളെ മലേക്കുന്നിൽ തറവാട്ടിലെ ഒരു അംഗമായിട്ട് സ്വീകരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഇവൾക്ക് വേണം. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ ഉടയതമ്പുരാൻ എന്തിനാണ് എൻ്റെ തറവാട്ടിന് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതെന്ന് അറിയില്ല. ആരുടെ അകൃത്യങ്ങളാണ് അതിന് നിദാനമായതെന്നും അറിയില്ല. എന്തായാലും മലയക്കുന്നിൽ നസ്രാണികളുടെ